ഹലോ. ഞാനാ. ആ ചേച്ചി, ഞാനിവിടെ ഹോസ്പിറ്റലിലാ. എന്താ പറ്റിയേ? അത് അമ്മയ്ക്ക് പെട്ടെന്ന് പനി അങ്ങ് കൂടി. അമ്മേനെ കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഇവിടെ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റ് ആക്കി. ഒരാഴ്ച ഇവിടെ നിക്കണം എന്നാ പറയുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് വേഗം വരാൻ നോക്ക് അമ്മേന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇല്ല ചേച്ചി, എനിക്കിപ്പോ വരാൻ പറ്റില്ല. പറ്റൂലെന്നോ? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? നീ അല്ലേ ഇളയ മരുമോള് തറവാട്ടിൽ നിൽക്കുന്നേ? നീ വേണ്ടേ അമ്മേനെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്? അമ്മേനെ നോക്കേണ്ടത് ഞാനാണെങ്കിൽ അമ്മ ഈ വീട്ടിലല്ലായിരുന്നോ കാണേണ്ടത്? അമ്മ എന്റെ കൂടെ അല്ലല്ലോ നിൽക്കുന്നേ. അമ്മയുടെ സ്വത്തേ നിങ്ങൾക്കല്ലേ തരുന്നേ? നിങ്ങൾ തറവാട്ടിൽ നിൽക്കുന്നോണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ വേണം അമ്മേനെ നോക്കാൻ. അമ്മയുടെ സ്വത്ത് ഇവിടുന്ന് ആരും എടുത്തോണ്ട് പോയിട്ടില്ല. ദേ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ചേച്ചി എടുത്തോ. എനിക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട. അമ്മയുടെ സ്വത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട. അമ്മേനെ നോക്കുന്നതിന് ഒരു മടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അമ്മേനെ നോക്കുന്നോണ്ട് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ ചേച്ചി. ഇത് എത്ര പ്രാവശ്യമായി? ഓരോ പ്രാവശ്യവും അമ്മ ഹോസ്പിറ്റലിലാവും, ഞാൻ വന്നമ്മയുടെ കൂടെ നിൽക്കും, അമ്മേനെ നോക്കും, ഇങ്ങോട്ട് കൊണ്ടുവരും. 2 ദിവസം കഴിഞ്ഞ് അമ്മയ്ക്ക് ഏറ്റു നിൽക്കാനാകുമ്പത്തേന് പിന്നെ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. പിന്നെ അമ്മ എന്നോട് പിണങ്ങി പിന്നെ ചേച്ചിയുടെ അടുത്തോട്ട് വരും. ചേച്ചി കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ ചേച്ചിയുടെ അടുത്തുനിന്നല്ലേ അമ്മ ആശുപത്രിയിലായത്. ചേച്ചി നോക്കിക്കോ. എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടുത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. നീ വന്ന് നിൽക്കാൻ നോക്ക്. ഇല്ല, എനിക്ക് ഏതായാലും വരാൻ പറ്റില്ല. ഞാൻ അമ്മേനോട് നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വന്നു കഴിഞ്ഞാലും എനിക്ക് കുറ്റങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഞാനിതിനെ വെറുതെ കുറ്റങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നേ. എനിക്ക് തൽക്കാലം വരാൻ പറ്റില്ല. അമ്മ ഇവിടെ വന്ന് നിന്ന അമ്മേനെ ഞാൻ പൊന്നു പോലെ നോക്കും. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തടത്തോളം കാലം ഞാൻ അമ്മയുടെ പിറകെ നടക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ വരാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്ന് മുതലാ ഇത്രയൊക്കെ തന്റെ ഇടം വന്നേ? എന്ത് പറഞ്ഞാലും ഒന്നും പറയാതെ കേട്ടോണ്ടിരുന്നോളായിരുന്നു.